ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ വില്ലൻ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിക്കേ, ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന്. ഇൻസ്റ്റിറ്റ്യൂഷനാണോ, വോളറ്റിലിറ്റി ആണോ? ഇതൊന്നുമല്ല, നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഫിയർ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നതിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് സൈലൻറ്റ് കില്ലേഴ്സ് ഓഫ് യുവർ ട്രേഡിംഗ് കരിയർ. നിങ്ങൾക്ക് 7 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ട്രേഡറാകും. ട്രേഡിങ്ങിൽ മാത്രമല്ല, ഏതൊരു മേഖലയാണെങ്കിലും ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൊന്നാമത്തെ വില്ലൻ ദ ഇംപേഷ്യൻ്റ് വൺ, അതായത് നിങ്ങളുടെ ഉള്ളിലെ ഗ്രീഡ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഗ്രീഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറാകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളൊരു ഗ്രീഡി ആയിട്ടുള്ള ട്രേഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ കൂടുതലായി ട്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. അതായത് ഓവർ ട്രേഡിങ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ട്രേഡിൽ നിന്ന് മറ്റൊരു ട്രേഡിലേക്ക് ജമ്പ് ചെയ്യുന്ന ആളാണ്. മൂന്നാമത്തെ കാര്യം എത്തിക്കുക, ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആ ട്രേഡ് ബുക്ക് ചെയ്യുന്നു, അല്ലാതെ നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതായത് ക്വിക്കായിട്ട് റിസൾട്ട്. ഈ ക്വിക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇനീഷ്യലി ഭയങ്കര ഹരം തോന്നിക്കും, പക്ഷേ അത് നിങ്ങളെ വലിയ ലോസിലോട്ട് വന്ന് എത്തിക്കും. കാരണം ഈ ഒരു ഹാബിറ്റിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടേണ്ട നല്ല ട്രേഡുകൾ, നല്ല പൊട്ടൻഷ്യൽ ട്രേഡുകൾ നിങ്ങൾ ഉറപ്പായിട്ടും മിസ്സാക്കി കളയും. അതായത് നല്ലൊരു റാലി കിട്ടേണ്ട ഒരു ട്രേഡാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു 100-150 പോയിൻറ്റ് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യേണ്ട ട്രേഡ് നിങ്ങളൊരു 10-20 പോയിൻറ്റിൽ എക്സിറ്റ് ചെയ്ത് കളയും. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് ടേർമിൽ കുറച്ച് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാകും. ആ പ്രോഫിറ്റ് എങ്ങനെയാലും ബുക്ക് ചെയ്തില്ല നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അതായത് സ്റ്റോപ്പ് ലോസും മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഈ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പം നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് നിങ്ങളെ ശരിക്കും പുറകോട്ട് പഠിക്കുന്ന സംഭവം. അല്ല സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, പ്രോഫിറ്റ് റൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അന്വേഷിച്ച പല ആൾക്കാരും പറയുന്നത് അവർക്ക് ഈ പ്രോഫിറ്റ് റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ പ്രോഫിറ്റ് റൺ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി. അപ്പോൾ ഈ ഒരു ടെൻഡൻസി നിങ്ങൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, സ്വപ്നങ്ങളിലും കാണത്തില്ലെന്നുള്ളതാണ് സത്യം. ഇനി രണ്ടാമത്തെ വില്ലെന്ന് പറയുന്നത് ഫിയർഫുൾ റിയാക്ടർ. അതായത് വളരെ ഇമോഷണലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഈ ഇമോഷണൽ റിയാക്ഷനുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നമുള്ള സംഭവമാണ് റിവെഞ്ച് ട്രേഡിങ്. ഒരു ട്രേഡ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റിലോട്ട് പോകണം, അതിനുവേണ്ടി അവർ അടുത്ത ട്രേഡ് പെട്ടെന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ട്രേഡിലോട്ട് എൻ്റർ ചെയ്യും. ആ ട്രേഡ് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ട്രേഡിലോട്ട് എൻ്റർ ചെയ്യും. ഈ എൻ്റർ ചെയ്യുന്നതെല്ലാം ഹ്യൂജ് ക്വാണ്ടിറ്റീസിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നികത്താനാകാത്ത ലോസ് വരുന്നൊരു സംഭവമാണിത്. ഈ ഒരു പ്രവണത 1-2 വർഷം മാർക്കറ്റിൽ നിന്ന ആൾക്കാർക്ക് പോലും ഉണ്ട്. കാരണം എവിടെയാണ് നമ്മുടെ ഇമോഷണൽ സംഭവം ട്രിഗർ ചെയ്യുന്നത്, അവിടെ തൊട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1-2 ട്രേഡുകൾ എടുത്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ ട്രേഡിംഗ് ടേർമിൽ ഇരിക്കാൻ പാടില്ല. അപ്പം തന്നെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് പോവുക. വേറൊരു സൊല്യൂഷനില്ല. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ള സംഭവമാണ് ഫോം എന്ന് പറഞ്ഞത്. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നേരത്തെ തന്നെ എൻട്രി എടുക്കുക, അല്ല താമസിച്ച് എൻട്രി എടുക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ളത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമോഷൻസ് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. പക്ഷേ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഇമോഷൻസ് എല്ലാം മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ട്രേഡിങ്ങിൽ ഒരിക്കലും ഇമോഷൻസിന് ഒരു വിലയില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്യാമെന്നൊന്നും മാർക്കറ്റിൻ്റെ ഒന്നും വിഷയമല്ല. നമ്മൾ ട്രേഡ് എടുക്കുന്നു, ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അപ്പോൾ അവിടെ നമ്മളൊരു കൺട്രോൾ വേണം ഉറപ്പായിട്ടും. ആ കൺട്രോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രോഫിറ്റുകളാകത്തില്ല. ഇനി അടുത്ത പ്രധാന വില്ലെന്ന് പറയുമ്പോഴത്തേക്കും ദ സ്ട്രാറ്റജി ഹോപ്പർ. അതായത് ഒരിക്കലും ഒരു സ്ട്രാറ്റജി സ്റ്റിക്ക് ഓണായിട്ട് നിൽക്കത്തില്ല. മാർക്കറ്റിൽ പുതിയ ആൾക്കാർ പുതിയ സ്ട്രാറ്റജി വരുമ്പോഴത്തേക്കും വീണ്ടും അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നാളൊരു സ്ട്രാറ്റജി റൺ ചെയ്യും, വീണ്ടും കുറച്ച് നാൾ സ്ട്രാറ്റജി റൺ ചെയ്യും. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതായത് എല്ലാവർക്കും ഒരേ സ്ട്രാറ്റജി വർക്കൗട്ട് ആകാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർക്ക് ഓപ്ഷൻ ബൈയിങ് ആയിരിക്കും ചെയ്യാൻ പറ്റും, ചില ആൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും വർക്കൗട്ട് ആകുന്നത്, ചില ആൾക്കാർക്ക് സ്റ്റോക്സിലായിരിക്കും വർക്കൗട്ട് ആകുന്നത്, ചില ആൾക്കാർക്ക് ബിറ്റ് കോയിൻ ചെയ്യുമ്പോഴായിരിക്കും വർക്കാവുന്നത്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ ടൈം, റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെ ബേസ് ചെയ്താണ് നിങ്ങൾ സ്ട്രാറ്റജി തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ മറ്റേ ആൾക്കാർ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ കോപ്പി അടിച്ചാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് സിങ്ക് ആകത്തില്ല ഒരിക്കലും. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഫസ്റ്റ് വേണം. ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്, മറ്റേ ആൾക്കാർ ചെയ്യുന്ന സ്ട്രാറ്റജീസ് കോപ്പി ചെയ്ത് ഒരിക്കലും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ ലാഭം കിട്ടുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ കൂടുതൽ ലാഭം കിട്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവിടെ ഹൈ റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പോൾ എല്ലാവർക്കും ആ ഹൈ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഹൈ റിസ്ക് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ലോ റിസ്ക്കിലാണ് കുറച്ചുകൂടെ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ട്രാറ്റജീൻ്റെ പുറകെ പോകാതിരിക്കുക. മാർക്കറ്റിൽ ലോ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്സിലെ സ്ട്രാറ്റജീസ്, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ വളരെ ലോ റിസ്ക് ഉള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് ഫോളോ ചെയ്യുക. ഒരിക്കലും സ്ട്രാറ്റജി നിങ്ങൾ മാറ്റാതിരിക്കുക. മിനിമം ഒരു 6-7 മാസമായി നിങ്ങളുടെ സ്ട്രാറ്റജി റൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയുടെ പോരായ്മകളും ആ സ്ട്രാറ്റജിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് തിരുത്തേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ സ്ട്രാറ്റജി എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ ആ സ്ട്രാറ്റജി കുറച്ച് നാളത്തേക്ക് റൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ.
എന്നാൽ മാത്രമാണ് സ്ട്രാറ്റജിയുടെ കുറവുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആ കുറവുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ഒരു 1.5 കൊല്ലം യൂസ് ചെയ്തിട്ടും ശരിയാകുന്നില്ലെങ്കിൽ മാത്രം സ്ട്രാറ്റജി മാറ്റിയാൽ മതി. അതുകൊണ്ടാണ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. കാരണം മോശമായ സ്ട്രാറ്റജിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ എത്ര ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലും കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒത്ത സ്ട്രാറ്റജി, അതായത് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന സ്ട്രാറ്റജി നിങ്ങൾ സ്വയം കണ്ടെത്തി അതിനകത്ത് പരീക്ഷണങ്ങൾ നടത്തി ആ സ്ട്രാറ്റജിയുടെ സക്സസ് റേറ്റ് കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രധാന വില്ലെന്ന് പറയുമ്പോഴത്തേക്കും അൺഡിസിപ്ലിൻഡ് വൺ, അതായത് റൂൾ ബ്രേക്കർ എന്ന് പറയും. നിങ്ങൾ തന്നെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ തവണ ബ്രേക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ ഹ്യൂജ് ലോസ് ആയിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ മോശമായതുകൊണ്ടും നിങ്ങൾക്കൊരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റൂൾസ് നിങ്ങൾ വീണ്ടും വീണ്ടും വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? അവിടെയാണ് ശരിക്കും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ വരുന്നത്. കാരണം ഒരു മനസ്സ് പറയും റൂൾ ബ്രേക്ക് ചെയ്യാൻ, ഒരു മനസ്സ് പറയും റൂൾ ബ്രേക്ക് ചെയ്യില്ലെന്ന്. അപ്പോൾ ഇതിലേതാണ് ശരി നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് മുന്നേ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഓഫ് ദ മാർക്കറ്റാണ് നിങ്ങൾ റൂൾസ് എല്ലാം ഉണ്ടാക്കി വെക്കേണ്ടത്. എന്നിട്ട് വളരെ കൃത്യമായിട്ടത് മാത്രം ഫോളോ ചെയ്യാൻ നോക്കുക. ഒരിക്കലും റൂൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം റൂൾ വയലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഇതെല്ലാം താറുമാറാക്കുന്ന പരിപാടിയാണ്. വീണ്ടും നിങ്ങളുടെ ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഒരു എല്ലാ പരിപാടിയും. കാരണം അല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റൂൾ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടെൻഡൻസി ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാകത്തില്ല. ആ ടെൻഡൻസി ഒഴിവാക്കുന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സംഭവം വളരെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നതാണ് ഇഗ്നോറിങ് സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസിനൊക്കെ കൂടുതൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് മാറ്റും. പിന്നെ ടാർഗറ്റ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യും. അതായത് റിസ്ക് റിവാർഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നു, അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും നീക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു ഡീഫോൾട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഒരു മോശം സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഈ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചെകുത്താനുണ്ട്. ആ ചെകുത്താനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ചെകുത്താനെ പുറത്തോട്ട് വരാൻ സമ്മതിക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലോജിക് മൈൻഡ് വെച്ച് മാത്രം ട്രേഡിങ്ങിലിരിക്കുക. ഇനി അടുത്ത വില്ലെന്ന് പറയുമ്പോഴത്തേക്കും ദ ഡൗട്ടറാണ്, ദ കോൺഫിഡൻസ് കില്ലർ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ടായിരിക്കും. നിങ്ങൾ എത്ര നല്ല റൂൾസ് ഉണ്ടാക്കിയാലും, നിങ്ങൾ എത്ര നല്ല സ്ട്രാറ്റജി കണ്ടുപിടിച്ചാലും ഇത് വർക്കൗട്ട് ആകുമോ, അല്ല ഞാൻ ചെയ്ത ശരിയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സോട്ട് വരും. ട്രേഡിങ്ങിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അതായത് ഓഫ് ദ മാർക്കറ്റ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും, നല്ല നല്ല റൂൾസൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കും, അല്ല ഞാൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണോ, ഞാൻ ഉണ്ടാക്കിയ റൂൾസൊക്കെ കറക്റ്റാണോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അതായത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു ട്രേഡിംഗ് സെറ്റപ്പിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പേടിയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളതിനകത്ത് നല്ല പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? നിങ്ങളെ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. നിങ്ങളുടെ സെറ്റപ്പ് നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ എത്ര സെറ്റപ്പ് കണ്ടുപിടിച്ചാലും നിങ്ങൾ ഇതേ ഡൗട്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ ചോദിക്കും. പിന്നെ എങ്ങനെയാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്? അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണം. മനസ്സിലായി? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് ഓർക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോവുക, ഇതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്ന സംഭവമാണ്. നിങ്ങളിൽ കോൺഫിഡൻസ് കൂടുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് കിട്ടും. മാത്രമല്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഡൗട്ട് ചെയ്തില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത വില്ലെന്ന് പറയുമ്പോൾ ഈഗോ ട്രേഡറാണ്. കൂടുതൽ ഈ ഒരു സംഭവം കണ്ടുവരുന്നത് ആണുങ്ങളിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, പഠനങ്ങളാണ് പറയുന്നത്. ഒരിക്കലും സ്വന്തം മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. കാരണം നമ്മൾ ലൈഫിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വന്നത്. നമ്മളൊരു തെറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമാണെന്ന് ഒരിക്കലും ഒരാളും സമ്മതിക്കത്തില്ല. നിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുള്ളൂ. നമ്മുടെ ഭാഗത്താണ് കുഴപ്പമെങ്കിലും നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ്, അതായത് ഒരു ബൈക്ക് ആക്സിഡൻറ്റോ കാർ ആക്സിഡൻറ്റോ ഒരു ട്രാഫിക് റൂൾ വയലേഷൻ്റെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും മിസ്റ്റേക്ക് ഉള്ള ആൾ പോലും എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. നിൻ്റെ ഭാഗത്താണെന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടെൻഡൻസി എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഈഗോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇത് ലൈഫിലും ഉണ്ട്, ട്രേഡിങ്ങിലും ഉണ്ട്. ഇപ്പം നിങ്ങളൊരു നല്ല ട്രേഡ് എടുത്തു, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ട്രേഡ് എടുത്ത് എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ ഹർട്ടാവും. ആ ഈഗോ വന്ന് നിങ്ങൾ ചെയ്യുന്നതിൽ യാന്ത്രികമായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് റിസൾട്ട് ഒന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് നഷ്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ലോസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ലോസ് ഉണ്ടാകാൻ പറ്റത്തില്ല, ഞാൻ വീണ്ടും ട്രേഡ് എടുക്കും. അപ്പോൾ ആ റൂൾസൊക്കെ വാലിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രോഫിറ്റബിൾ ആകാതെ നിങ്ങൾ ആ ദിവസം ഇറങ്ങത്തില്ല. ആ ഒരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഈഗോയുടെ പ്രശ്നം തന്നെയാണ്. മനസ്സിലായോ? ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലോസ് ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈഗോ ഒന്ന് മാറ്റി നിർത്തുക. ശരിക്കും പറഞ്ഞാൽ ഈഗോ ലൈഫിൽ നിന്നേ മാറ്റി തീർക്കണം. കാരണം ഈഗോ കൊണ്ട് നമ്മൾ ലോകത്ത് എവിടെ എത്തത്തില്ല. നമ്മൾ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു അവിടെയെല്ലാം നമുക്ക് തടസ്സം വരുന്ന ഒരേ സംഭവമാണ് ഈഗോ. അതുകൊണ്ട് ഈഗോയെ ലൈഫിൽ നിന്നേ മാറ്റി നിർത്തുക.
ഇപ്പോൾ ഫാമിലിയിലാണ് ശരി, റിലേഷൻഷിപ്പിലാണ് ശരി, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന ഈഗോയാണ്. അപ്പോൾ ഈഗോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ അത് സിമ്പിളായിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല, കാരണം മനുഷ്യൻ്റെ ഒരു ട്രേറ്റാണത്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റി നിർത്തുക. ലൈഫിലൊരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഈഗോപരമായിട്ട് അതിനെ സമീപിക്കാതെ കുറച്ച് കോമൺ സെൻസോടുകൂടി തന്നെ സമീപിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ഇനി അവസാനത്തെ വില്ലെന്ന് പറയുമ്പോൾ ദ അൺഡിസിപ്ലിൻഡ് ഗോസ്റ്റ്, ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ജിമ്മ്. ഇപ്പം വർഷത്തിൻ്റെ തുടക്കത്തിലൊക്കെ ജനുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ജിമ്മിലോട്ട് ആൾക്കാർ വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ അത് കൂടിപ്പോയാൽ ഫെബ്രുവരി മാർച്ച്, അപ്പോൾ തന്നെ പകുതി ആൾക്കാർ നിർത്തിപ്പോവും. വീണ്ടും അടുത്ത ജനുവരി പരിപാടി തുടങ്ങും. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയേനെ. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലായ്മ കൊണ്ട് നിങ്ങളത് തുടർന്ന് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകത്തില്ല. ഇതേ സംഭവം തന്നെയാണ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ. ഒരു ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കുക, എന്നിട്ട് റൊട്ടീൻ ഉണ്ടാക്കി എടുക്കുക, എന്നിട്ട് റാൻഡം ട്രേഡ് എടുക്കാതെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കുക. അത്രേ ഉള്ളൂ ചെയ്യേണ്ട സംഭവം. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. മനസ്സിലായോ? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ സമയമുണ്ട്. അതുകൊണ്ട് ക്വിക്കായിട്ട് റിസൾട്ട് ഉണ്ടാക്കാതെ സമയമെടുത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ ഒരു ഹരം കണ്ടെത്തുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് കിട്ടുന്നൊരു സുഖം വേറെ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ റോഡ് എന്നുള്ള സാധനമൊക്കെ ഇപ്പം യൂട്യൂബിലൊക്കെ പറഞ്ഞേക്കാം. ക്വിക്കായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ ടെൻഡൻസി എല്ലാവർക്കും കൂടുതലാണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡോപ്പമിൻ ഡ്രൈവ് ചെയ്യും. ഇപ്പോൾ റീൽസ് കാണുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹൈ കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യത്തിലോട്ട് ആൾക്കാർ ഫോക്കസ്ഡ് ആകത്തില്ല. അപ്പോൾ ഈ ഫോക്കസ് കുറയ്ക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ഫോക്കസ് കൂട്ടുന്ന പരിപാടികൾ ശ്രദ്ധിക്കുക. അതായത് പതുക്കെ മതി റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാകത്തില്ല, പതുക്കെ ഉണ്ടാകുന്ന റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു സൈക്കോളജി. അപ്പോൾ ട്രേഡിങ്ങിൽ മാത്രമല്ല ലൈഫിലും കുറച്ച് വിജയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ ഏത് സംഭവമാണ് നിങ്ങൾക്ക് വലിയതായിട്ട് വരുന്നത് നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമേ ചുറ്റിനുള്ള എല്ലാ ആൾക്കാർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏത് പ്രശ്നമാണ് നിങ്ങളെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണം, അല്ലെങ്കിൽ ഒരു ലൈഫിലൊരു നല്ല സക്സസ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഈ വക കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുക. നിങ്ങളെ തന്നെ ഒരു കൺട്രോളിൽ കൊണ്ടുവരിക. എന്നിട്ട് മോശമായ ഹാബിറ്റുകളൊക്കെ മാറ്റിയിട്ട് ഒരു നല്ല ഹാബിറ്റുകളൊക്കെ ലൈഫിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.